ചോര ചിന്തുന്ന രാഷ്ട്രീയ കുടിപ്പകയുടെ ഇരകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ഈ രണ്ട് ചെറുപ്പക്കാർ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന പെരിയ ഇരട്ടക്കൊല കേസിൽ കൊച്ചി CBI കോടതി കുറ്റവാളികളായി കണ്ടെത്തി ശിക്ഷ വിധിച്ച 14 പ്രതികൾക്കും കേരളത്തിന്റെ പൊതുമനസ് ഒരു ദാക്ഷിണ്യവും നൽകില്ല. CBI കുറ്റപത്രം നൽകിയ 24 പ്രതികളിൽ 10 പേരെ തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടുവെങ്കിലും അവർക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇരകളുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. പിഴയായി ലഭിക്കുന്ന തുക ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന് കൈമാറാനും കോടതി വിധിച്ചു. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും തടഞ്ഞു നിർത്തി വെട്ടിക്കൊന്ന കേസിലാണ് CBI കോടതി വിധി പറഞ്ഞത്. ഇരുവരുടെയും രാഷ്ട്രീയ വളർച്ച തടയുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് CBI കോടതിയിൽ തെളിയിച്ചു. A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, അബു എന്ന് വിളിക്കുന്ന K. അനിൽകുമാർ, ജിജിൻ, കുട്ടു എന്നു പേരുള്ള R. ശ്രീരാഗ്, അപ്പു എന്ന A. അശ്വിൻ, മണി എന്ന് വിളിക്കുന്ന സുബീഷ് എന്നിവരാണ് ആ പ്രതികൾ. 10ാം പ്രതി T. രഞ്ജിത്തും 15ാം പ്രതി വിഷ്ണു സുര എന്ന് വിളിപ്പേരുള്ള A. സുരേന്ദ്രനുമാണ്. കൊലക്കുറ്റത്തിന് തുല്യമായ ഗൂഢാലോചനയിൽ പങ്കുള്ളതിനാൽ ആദ്യ 8 പ്രതികൾക്കൊപ്പം ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചവർ. 2ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചെന്ന കുറ്റമാണ് 14ാം പ്രതി K. മണികണ്ഠൻ, 20ാം പ്രതിയായ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളത്തോളി, 22ാം പ്രതി ഭാസ്കരൻ വെളത്തോളി എന്നിവർക്കെതിരെ ഉള്ളത്. പ്രോസിക്യൂഷനായി പബ്ലിക് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് ഹാജരായി. എറണാകുളത്തെ CBI പ്രത്യേക കോടതി സ്പെഷ്യൽ ജഡ്ജി N. ശേഷാദ്രിനാഥനാണ് സുപ്രധാനമായ ഈ വിധി പറഞ്ഞത്. 22 മാസമാണ് കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ എടുത്തത്. കൊലപാതകം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, ക്രിമിനൽ ഗൂഢാലോചന, കലാപം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികളിൽ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 10 പേരെ കുറ്റവിമുക്തരാക്കിയത്. CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസിൽ 2021 ഡിസംബർ 3 CBI കുറ്റപത്രം സമർപ്പിച്ചത്. 2022 ഏപ്രിൽ 27 കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങി. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു കാസർകോട്ടെ പെരിയ ഇരട്ട കൊലപാതകം. 5 വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത്. കേസ് വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടു തന്നെ 22 മാസം കഴിഞ്ഞു. രാഷ്ട്രീയ തർക്കങ്ങളെ തുടർന്ന് CPM പ്രവർത്തകരാണ് കൊല നടത്തിയെന്നാണ് കേസിന്റെ ആധാരം. ബേക്കൽ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 14 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് അന്വേഷണം CBIക്ക് കൈമാറുകയുമായിരുന്നു. പ്രതികളെ സംരക്ഷിക്കാനായി കേരള സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും കോടതികൾ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2020 ഡിസംബർ 10 കേസിലെ രേഖകൾ CBIക്ക് കൈമാറിയത്. ഈ അന്വേഷണത്തിൽ 10 പ്രതികളെ കൂടി കണ്ടെത്തി. ഇവരെ 15 മുതൽ 24 വരെ പ്രതികളായി കൂട്ടിച്ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2021 ഡിസംബർ 3 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചത്. 1 മുതൽ 11 വരെയുള്ള പ്രതികളും 15, 19 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. 1, 2 പ്രതികളും 4 മുതൽ 11 വരെയുള്ള പ്രതികളും വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലും 3ാം പ്രതി വിയ്യൂർ സെൻട്രൽ ജയിലിലും 15 മുതൽ 19 വരെയുള്ള പ്രതികൾ എറണാകുളം ജില്ലാ ജയിലിലുമായിരുന്നു. CBI കോടതിയിൽ സ്പെഷ്യൽ ജഡ്ജി K. കമനീസിന്റെ മുന്നിലായിരുന്നു വിചാരണ തുടങ്ങിയത്. കേസിന്റെ തുടക്കകാലത്ത് ഇരകളുടെ വക്കീലായി അവരുടെ മുഴുവൻ വാദമുഖങ്ങളും മനസ്സിലാക്കിയ ശേഷം ധാർമ്മിക ബോധം ലവലേശമില്ലാതെ മറുകണ്ഠം ചാടി പ്രതികളുടെ വക്കീലായി മാറിയ ഒരു മഹാനെ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. അഡ്വക്കേറ്റ് CK ശ്രീധരൻ എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ വക്കീലാണത്. അഭിഭാഷക വൃത്തിയുടെ ധാർമ്മികതയ്ക്ക് ഘടകവിരുദ്ധമായിരുന്നു അയാളുടെ പ്രവൃത്തിയെന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ പ്രതിഭാഗത്തിന് അനുകൂലമായ മുഴുവൻ സാഹചര്യങ്ങളും മറികടന്നുള്ള അന്വേഷണവും വിചാരണയും നടന്നതിൽ CBIക്ക് അഭിമാനിക്കാം. പെരിയ ഇരട്ടക്കൊല കേസിൽ CBI അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിച്ചു. CBIയെ തടയാൻ കോടതികളിൽ നിയോഗിച്ച അഭിഭാഷകർക്കുള്ള ഫീസ് ഉൾപ്പെടെ 90.92 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിലും പിന്നീട് സുപ്രീം കോടതിയിലും സർക്കാർ അപ്പീൽ നൽകിയിരുന്നു.
പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് CPM എന്ന ഭരണപക്ഷ പാർട്ടിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ മാറ്റത്തിനു പുറമെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ളവർ കൊലപാതക കേസിൽ കുറ്റക്കാരാണെന്ന് എറണാകുളം CBI കോടതി കണ്ടെത്തിയതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരിൽ പാർട്ടിയിലെ 5 പ്രധാന നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്തിയ 1-ാം പ്രതി A. പീതാംബരൻ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ്. പ്രതികളെ സഹായിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14-ാം പ്രതി K. മണികണ്ഠൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ ഉദുമ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. 21-ാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി സമിതി നേതാവുമാണ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റു പ്രതികളും സജീവ CPM പ്രവർത്തകരാണ്. വെറുതെ വിട്ടവരിൽ പെരിയ ലോക്കൽ മുൻ സെക്രട്ടറി N. ബാലകൃഷ്ണൻ, ഏച്ചിലടുക്കം ബ്രാഞ്ച് മുൻ സെക്രട്ടറി P. രാജേഷ് എന്നിവരും ഉൾപ്പെടും. വെറുതെ വിട്ട മറ്റ് 8 പേരും പാർട്ടി പ്രവർത്തകരാണ്. ഇവരെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കളും അപ്പീലിന് പോകാൻ തീരുമാനിച്ചതിനാൽ കേസ് ഇവിടെ അവസാനിക്കില്ല എന്നുറപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കൊലപാതകത്തിലും അതിനു പിന്നിലുള്ള ഗൂഢാലോചനയിലും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിലും പാർട്ടി നേതാക്കളുടെ പങ്ക് ഉറപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധിയും ശിക്ഷയും വരുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടന്ന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഇരട്ടക്കൊലയുടെ വില പാർട്ടി നൽകേണ്ടി വന്നിട്ടുണ്ട്. ഉദുമ നിയോജക മണ്ഡലത്തിലെ മുൻ MLA ആയ KV കുഞ്ഞിരാമൻ കേസിൽ 20-ാം പ്രതിയായത് വലിയ പ്രതിസന്ധി പാർട്ടിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 2-ാം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി പിടിച്ചിറക്കിക്കൊണ്ടുപോയതുൾപ്പെടെയുള്ള കുറ്റമാണ് കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരു വേള പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി പരിഗണിച്ചിരുന്ന വ്യക്തിയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴിവെച്ച രാഷ്ട്രീയ കൊലക്കേസ് കൂടിയാണിത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് CBI കൊണ്ട് ഏറ്റെടുപ്പിച്ചത്. CBI കേസ് ഏറ്റെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും CPMഉം ആവും വിധം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തടസ്സ ഹർജികളുമായി സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. പൗരന്റെ ജീവന്റെയും സ്വത്തിന്റെയും രക്ഷാധികാരി സ്റ്റേറ്റ് ആണെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ പെരിയ ഇരട്ടക്കൊല കേസിൽ സംസ്ഥാന സർക്കാർ പ്രതികൾക്ക് വേണ്ടിയാണ് ആദ്യം മുതലേ നിലകൊണ്ടത്. CBI കേസ് ഏറ്റെടുക്കുന്നത് തടയാൻ സുപ്രീം കോടതി വരെ ചെലവേറിയ നിയമ പോരാട്ടത്തിനായി പൊതുഖജനാവിൽ നിന്ന് സർക്കാർ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. പ്രതികളെല്ലാം CPMകാരായതുകൊണ്ടാണ് നീതിക്കും നിയമത്തിനും നിരക്കാത്ത വിധം ഇത്തരത്തിലൊരു നടപടിക്ക് സർക്കാർ മുതിർന്നത്. വിധിയും ശിക്ഷയും പ്രസ്താവിച്ചു കഴിഞ്ഞെങ്കിലും കേസിന് പരിസമാപ്തിയായി എന്ന് പറയാനാവില്ല. ഇരുകക്ഷികളും വിധിക്കെതിരെ അപ്പീൽ പോകാതിരിക്കില്ല. വിട്ടയച്ച പ്രതികളെ കൂടി ശിക്ഷിക്കണം, നിലവിൽ വിധിച്ച ശിക്ഷ കുറഞ്ഞുപോയി എന്നീ ആവശ്യവുമായി കൊല്ലപ്പെട്ട യുവാക്കളുടെ രക്ഷകർത്താക്കൾ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. കൊല്ലപ്പെട്ട കൃപേഷും ശരത് ലാലും യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരികളുമായിരുന്നു. ഇനിയും എത്രയോ കാലം ജീവിച്ച് സ്വന്തം കുടുംബങ്ങളുടെ അത്താണിയായി ജീവിക്കേണ്ടവരാണ് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ആയുധങ്ങൾക്ക് ഇരയായത്. 14 പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ച പശ്ചാത്തലത്തിൽ ഇതിന്റെ പേരിൽ സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യമായ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പക കനലായി കിടക്കുമ്പോൾ ചെറിയൊരു പ്രകോപനം മതിയാകും അത് തീയായി കത്തിപ്പടരാൻ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരായുള്ള CBI കോടതി വിധി CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. TP വധക്കേസിലെ വിധിക്കു ശേഷം കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള പ്രതിരോധമായാണ് ഇതിനെ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. CPM ഇപ്പോഴും കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പിണറായി സർക്കാർ കൊലയാളികളെ സംരക്ഷിക്കുന്നവരാണെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുന്നുണ്ട്. CPMന്റെ കയ്യിലിരുന്ന വടകര പാർലമെന്റ് സീറ്റ് പാർട്ടിക്ക് നഷ്ടമായത് TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്നാണ്. വടകര പാർലമെന്റ് സീറ്റും LDFന്റെ കുത്തകയായിരുന്ന വടകര നിയമസഭാ സീറ്റും അതിനുശേഷം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. 3.5 പതിറ്റാണ്ട് CPMന്റെ ചെങ്കോട്ടയായിരുന്ന കാസർഗോഡ് സീറ്റും പെരിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം പാർട്ടിയെ കൈവിട്ടു.
2019 ഫെബ്രുവരിയിലായിരുന്നു ഇരട്ടക്കൊല നടന്നത്. പെരിയ ഇരട്ടക്കൊല കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നുമാണ് CPM നേതൃത്വം ആദ്യം മുതൽ പറഞ്ഞു വരുന്ന ന്യായവാദങ്ങൾ. എന്നാൽ കേസ് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുൻ MLA കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരായ വാദിവിഭാഗത്തിന്റെ അപ്പീലിൽ CBI അന്വേഷണം തടയാൻ സർക്കാരും CPMഉം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ വെച്ച് നടത്തിയ പോരാട്ടത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് 2 കോടിയോളം രൂപ ചെലവാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജ്യത്ത് കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത ഒന്നാണ് തുടർച്ചയായ നിഷ്ഠൂര രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ആദ്യകാലങ്ങളിൽ പ്രവർത്തകരുടെ വൈകാരിക പ്രതികരണമായിരുന്നുവെങ്കിൽ പിന്നീടത് കൃത്യമായ ആസൂത്രണം നടത്തി വാടക കൊലയാളികളെ വെച്ച് നടത്തുന്ന കൊലപാതകങ്ങളായി മാറി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ പാർട്ടികൾ നൽകുന്ന പ്രതികളെ ജയിലിലിട്ടും കുറച്ചുകാലം ഈ കൊലപാതകങ്ങൾ തുടർന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി യഥാർത്ഥ പ്രതികളെയും ആസൂത്രണം ചെയ്തവരെയും ജയിലിൽ അടയ്ക്കുന്ന പ്രവണത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നവരും അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുന്നവരും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരും എല്ലാം ഒരുപോലെ നിയമത്തിന് വിധേയമായി കർശന ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വിശ്വ വികാസ് വിഷൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.